എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മുപ്പട്ട് ശനിയാഴ്ചയാണ്. തീർച്ചയായിട്ടും ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം അയ്യപ്പ ക്ഷേത്രങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയി തൊഴണം, വഴിപാടുകൾ കഴിക്കണം. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശനിദോഷമൊന്നും നമ്മളെ ഏൽക്കില്ല. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവരും രാമായണമൊക്കെ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിളക്ക് തെളിയിച്ചതിന് ശേഷം അതിന് മുമ്പിൽ ഇരുന്നിട്ടാണല്ലോ രാമായണം വായിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ പലകയോ പായയോ എന്തെങ്കിലും ഒന്ന് നമ്മൾ വിരിച്ചിടാറുണ്ട്. അതെന്തിനാണെന്നറിയോ? രാമായണം എവിടെ പാരായണം ചെയ്യുന്നോ അവിടെയൊക്കെ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയാറ്. അപ്പോൾ ഹനുമാൻ സ്വാമി ഇത് കേൾക്കാനായിട്ട് വരും. നമ്മൾ രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് അത് കേൾക്കാനായിട്ട് ഹനുമാൻ സ്വാമി വരും. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനായിട്ടാണ് നമ്മൾ ഈ പായയോ പലകയോ ഒക്കെ നമ്മൾ ഈ വിളക്കിൻ്റെ അടുത്തായിട്ട് വിരിച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ പാരായണമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ നമുക്കും ഇതാവാം. ഭഗവാനെ സ്മരിക്കണം ആ സമയത്ത്. ഭഗവാൻ നമ്മൾ വായിക്കുമ്പോൾ ഭഗവാൻ അത് കേട്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വായിച്ച് തീർക്കാൻ വേണ്ടി ഈ ഒരു മാസം കൊണ്ട് രാമായണം വായിച്ചങ്ങോട്ട് തീർക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആവരുത്. രാമായണം വായിക്കുന്നത് വളരെ ഭക്തിയോടു കൂടിയായിരിക്കണം. നമ്മൾ വായിക്കുന്നത് ഒരാൾ കേട്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം കൂടി നമ്മൾക്ക് ഉണ്ടാവണം. അങ്ങനെ വായിക്കുമ്പോഴാണ് അതിൻ്റെ എല്ലാ ഫലങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഹനുമാൻ ചാലിസ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ ചാലിസിനെ കുറിച്ച്. തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഹനുമാൻ ചാലിസ് ധാരാളമായിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഹനുമാൻ ചാലിസ് എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വായിക്കേണ്ട വിധത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 11 ദിവസം ഒരു ദിവസം 11 തവണ വെച്ച് വായിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതിയെന്ന്. എന്തുകൊണ്ടാണ് ഈ 11 നമ്പർ നമ്മൾ പ്രത്യേകം പറയുന്നത് എന്നറിയോ? ഹനുമാൻ ചാലിസിൽ രാമശബ്ദം 11 തവണ എഴുതിയിട്ടുണ്ട്. 11 തവണ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് രാമശബ്ദം. നമ്മളിനി ഒന്ന് വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ നമ്പറിന് ഇത്രയധികം പ്രാധാന്യമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മുപ്പട്ട് ശനിയാഴ്ചയാണ്. ഹനുമാൻ ചാലിസ് ജപിച്ച് തുടങ്ങണമെന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഇന്ന് മുതൽ അത് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.